ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ലോകം അത്രമേൽ ആ സ്ത്രീയിൽ ഏകാഗ്രമായി നിശ്ചലമായി കഴിഞ്ഞ ദിവസങ്ങളിൽ 45 വർഷത്തെ തൻ്റെ ജീവിതം കടന്നു പോകുമ്പോൾ ആ കുടിസുമുറിയിലെ ഭിത്തിയിൽ നിലച്ചു പോയ ഘടികാരം പോലെ എന്തുകൊണ്ട് അവളിലേക്ക് ഉറ്റുനോക്കണമെന്ന് കാലം ഇത്രമേൽ നമ്മുടെ മീതെ ശടിക്കുന്നു. നമുക്ക് നമ്മുടെ കരുണ നിലനിർത്താനായിട്ട് ഇനിയും ചില മാതൃകകൾ ആവശ്യമുണ്ട്. 12 Steps to Compassion എന്ന വളരെ പ്രശസ്തമായ പുസ്തകത്തിൽ എഴുത്തുകാർ പറയുന്ന കണക്ക്, കാരൻ ആംസ്ട്രോങ് പറയുന്ന കണക്ക്, മനുഷ്യൻ്റെ സജീവത നിലനിർത്താനായിട്ട്, മനുഷ്യൻ്റെ ഈർപ്പത്തെ നിലനിർത്താനായിട്ട് കരുണയുടെ മാതൃകകളിലേക്ക് ഉറ്റുനോക്കിയേ പറ്റൂ. നമ്മുടെ കാലത്തിന് ഈർപ്പം കുറയുന്നുവെന്ന് നനവില്ലാതെ പോകുന്നൊക്കെ ഒരു ആരോപണമുണ്ട്. ഒരുപക്ഷെ ഇത്തരം ചില സ്മൃതികളായിരിക്കാം ശരിയായ ആത്മീയ പ്രതിരോധം. 2 അത്ഭുതങ്ങൾക്ക് വേണ്ടി സഭ കാത്തിരിക്കുകയായിരുന്നു. ഒരു തരത്തിലും നമ്മുടെ വൈദ്യശാസ്ത്രത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത, അതിൻ്റെ പരിധിയിൽ ഒതുങ്ങാത്ത 2 അത്ഭുതങ്ങൾ. അതൊരു തരം ആകാശത്തിൻ്റെ അറ്റസ്റ്റേഷനാണ്. അതൊരു ചടങ്ങ് മാത്രമായിട്ടാണ് പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടത്. കാനായി കുഞ്ഞിരാമൻ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊരു ടെലിവിഷൻ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതുതന്നെയാണ്. അമ്മ വിശുദ്ധിയാണെന്ന് എന്നേ ലോകം പറഞ്ഞതാണ്. ഇപ്പോൾ അതിന് അംഗീകാരം കിട്ടുന്നു. അത്രയും നല്ലത്. ഏറ്റവും വലിയ അത്ഭുതം അവർ തന്നെയായിരുന്നു. റൂമി യേശുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള കവിത കണക്ക് അവൻ പറഞ്ഞ കാര്യങ്ങളോ ചെയ്ത കാര്യങ്ങളോ ആയിരുന്നില്ല അത്ഭുതം, അവൻ തന്നെയായിരുന്നു. ഒരു സ്ത്രീ, മറ്റൊരു ദേശത്ത് ജനിച്ചൊരു സ്ത്രീ, സ്വാഭാവികമായിട്ടും ഭേദപ്പെട്ട സാഹചര്യങ്ങളിലായിരിക്കാനായിട്ടുള്ള മുഴുവൻ സാധ്യമുള്ള ഒരു സ്ത്രീ, അലക്കുകാരിയുടെയോ തൂപ്പുകാരിയുടെയോ വേഷം ധരിച്ച് നമ്മുടെ ഇരുണ്ട തെരുവുകളിലൂടെ ഇങ്ങനെ കൂനിപ്പിടിച്ച് നടന്നു പോയത് എന്തിനാ? ലോകം അതിനെക്കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തായിരുന്നു ഈ സ്ത്രീയുടെ പ്രസക്തി? എന്തുകൊണ്ടായിരിക്കണം തൻ്റെ ദേശം വിട്ട് അവർ ഈ മണ്ണിലേക്ക് വന്നത്? അൽബേനിയ എന്ന ഒരു ദേശത്തിന് പുറത്തെന്തെങ്കിലും തരത്തിൽ കേളിയുള്ളത് 2 നാമങ്ങൾ കൊണ്ടാണ്. ഒന്ന് സ്വാഭാവികമായിട്ട് മദർ തെരേസ, 2 ഇസ്മയിൽ ഖാദർ എന്ന് പറയുന്ന ആ വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ. ഈ ദേശത്തിന് പ്രത്യേകതയുണ്ട്. എത്തീസത്തെ തങ്ങളുടെ ധർമ്മമായിട്ട്, തങ്ങളുടെ ഒരു റിലിജനായിട്ടോ മതമൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഏകരാജ്യമാണ് അൽബേനിയ എന്നാണ് എൻ്റെ ഒരു വായനയിലെ ഓർമ്മ. അങ്ങനെയെങ്കിൽ ഈശ്വരനില്ലെന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്ന ഒരു ദേശത്ത് നിന്ന് ഈശ്വരൻ്റെ ഏറ്റവും നല്ല ചാര ഉണ്ടാവുന്നു. മുമ്പൊരിക്കൽ നമ്മൾ സൂചിപ്പിച്ച കണക്ക് എ സ്പൈ ഓഫ് ഗോഡ്, എംബയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമകാലികനായ എഴുത്തുകാരൻ പറഞ്ഞത് കണക്കാണ്. നമുക്കിടയിൽ അവർ ദൈവത്തിൻ്റെ ചാരയെ കണക്ക് ഇങ്ങനെ നടന്നുപോയി. അവരെന്തായിരുന്നു അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്? എനിക്ക് തോന്നുന്നു ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ വിശപ്പിനായിരുന്നു. വിശപ്പിലേക്കൊക്കെ കുറച്ച് ഭേദപ്പെട്ട ജീവിതമുള്ളവർ തീരെ ഉറ്റുനോക്കുന്നേയില്ല. അവർക്ക് മനുഷ്യർക്ക് വിശക്കെന്നുള്ള ധാരണ പോലും ഇല്ലാതെ പോകുന്നു. അടുത്തിടെ വായിച്ച ഏറ്റവും ചങ്കുലക്കുന്ന കഥകളിലൊന്നായിട്ട് ഞാൻ കരുതുന്നത് ഇച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥയാണ്. ഒരു 6000 പേര് പങ്കുചേരുന്ന വലിയൊരു വിരുന്ന്. സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ബാക്കി വരും. അത് വെട്ടിമൂടാനായിട്ട് ഒരു ബീഹാറി പണിക്കാരനെ നിശ്ചയിക്കുന്നു. അത് വലിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കുന്നു. അയാൾക്ക് എന്തിനാണ് ഈ കുഴി ഉണ്ടാക്കുന്നതെന്നും ആദ്യം പിടുത്തം കിട്ടണില്ല. ബിരിയാണിയുടെയൊക്കെ ഗന്ധം ആ മൈതാനത്ത് നിന്ന് അയാൾക്ക് ലഭിക്കുന്നുണ്ട്. അയാൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് ഇത് ബസുമതി അരി എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ആ വാക്കിനോട്, ആ അരിയുടെ പേരിനോടൊക്കെ അയാൾക്കൊരു വല്ലാത്ത അടുപ്പമുണ്ട്. കാരണം അയാളുടെ ഭാര്യ ഉള്ളിൽ പൊടിച്ച നാളിൽ, അവൾ പ്രഗ്നൻ്റ് ആയിരുന്ന കാലത്തിൽ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ വിശേഷപ്പെട്ട അരിയിട്ട് ഇത്തിരി കഞ്ഞി കുടിക്കുക. അയാൾ ഒരിക്കലും അത് വാങ്ങിക്കൊടുത്തോ, പക്ഷെ അവളതിന് കഞ്ഞി കുടിക്കാൻ തയ്യാറായില്ല. അവളിങ്ങനെ ഓരോ ദിവസം അതിനകത്തുനിന്ന് ഏതാനും മണികളെടുത്ത് ഇങ്ങനെ കുറിച്ചുകൊണ്ട് നടന്നു. ഒരു ദിവസം കഞ്ഞി കുടിച്ചാൽ തീർന്നു പോകുമെന്ന് ഭയന്നിട്ട്. അവൾക്കതിനോടുള്ള ആ മമതയും ഒക്കെ ഓർത്തിട്ട് തെല്ലുവേദനയിലും കുറച്ച് ഫലിതമായിട്ടുമൊക്കെ അയാളുടെ കുഞ്ഞിനിട്ട പേരായിരിക്കണം ബസ്മതി. അരിയുടെ പേര് തന്നെ മകൾക്കിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഓർത്ത് അയാളിങ്ങനെ കുഴി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഇങ്ങനെ ബിരിയാണി ചെമ്പുകൾ ഇങ്ങനെ പൊട്ടിക്കുക പോലും ചെയ്യാതെ ഇതേ കുഴിയിലേക്ക് ഇടുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളോട് അവരാവശ്യപ്പെടുകയാണ്, നീ ഇത് ചവിട്ടി താഴ്ത്ത്.
അയാളെങ്ങനെ ചവിട്ടി താഴ്ത്തും? അയാളിങ്ങനെ കൂനിപ്പിടിച്ചിരിക്കുമ്പോൾ ആരോ ഇത്തിരി കൊച്ചു വർത്തമാനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യ, പിന്നെ മകളിപ്പോൾ എന്ത് ചെയ്യുന്നു? അവൾ മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? വിശന്നിട്ട്. ആ വാക്കിങ്ങനെ ചൂണ്ടക്കൊളുത്ത് കണക്ക് നമ്മുടെ ചങ്കിലേക്ക് വന്ന് വീഴുന്നു. ഒത്തിരി മനുഷ്യർ ഭക്ഷണ സാധനങ്ങൾ വെട്ടിമൂടുന്ന ഭൂമിയിൽ ചിലരിപ്പോഴും വിശന്നടക്കുന്നുണ്ട്, വിശന്ന് മരിക്കുന്നുണ്ട്. വിശപ്പിലേക്കാണ് ഈ സ്ത്രീ ലോകത്തിൻ്റെ ശ്രദ്ധയെ ആദ്യം കൊണ്ടുവന്നത്. ലോകത്തിന് വിശക്കുന്നു. അത്തരം ഒരു ഭൗതിക യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ലോകത്തിന് അർഹതയില്ല. റാങ്കുട്ടൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് അടുത്ത് നിൽക്കുന്നൊരു എയ്പ്പുണ്ട്, ഒരു കുരങ്ങുണ്ട്. കൈപ്പത്തികളൊക്കെ വികാസം പ്രാപിച്ചിട്ടുള്ള, കൃത്യമായിട്ട് മനുഷ്യൻ ചെയ്യുന്ന ചില കർമ്മങ്ങളോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്ന, വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ഒരു ജീവി. അത്തരത്തിലൊരു ഒറാങ്കുട്ടൻ ഒരു ചിത്രം വരക്കുന്ന ഒന്നായിരുന്നു. ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ചിത്രം വരക്കുന്ന ഈ ആൾക്കുരങ്ങിന് ഒത്തിരി ഭക്ഷണം ആൾക്കാർ കൊടുക്കും, അവരുടെ സന്തോഷം കൊണ്ട്. അങ്ങനെ കുറേ ഭക്ഷണം കഴിച്ച് ഇതിന് ശരിയായ ഹൃദയപ്രശ്നങ്ങളുണ്ടായി, കാർഡിയാക് പ്രശ്നങ്ങളുണ്ടായി. അതിന് ഓപ്പറേഷനോടൊക്കെ കൊണ്ടുപോകേണ്ടി വന്നു. ഡോക്ടർമാർ കൊടുത്ത നിഷ്ഠ ഇതായിരുന്നു, ഇതിനെ പട്ടിണിക്കിടുക. അങ്ങനെ ഈ ഒരു ആൾക്കുരങ്ങിനെ കുറേ നാൾ പട്ടിണിക്കിട്ടു. പക്ഷെ അതിനിടയിൽ വല്ലാത്തൊരു കാര്യം സംഭവിച്ചു. ഈ ചിത്രം വരക്കാനുള്ള ഇതിൻ്റെ അഭിരുചി ഇതിന് കളഞ്ഞുപോയി. ഇതൊരു വല്ലാത്ത രൂപമാണ്. മനുഷ്യന് ചിത്രം വരക്കണമെങ്കിലും, പാട്ട് കേൾക്കണമെങ്കിലും, കുഞ്ഞുങ്ങളെ നോക്കി പുഞ്ചിരിക്കണമെങ്കിലും, അയൽക്കാരനോട് നല്ലത് പറയണമെങ്കിലും ഒക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവൻ്റെ വിശപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള, വിശപ്പും ഉള്ളവന് മീതെ ഒരു സംസ്കാരവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. വിശപ്പിനപ്പുറം വിശപ്പാണ് ഏറ്റവും അതിൻ്റെ അടിസ്ഥാനം. അതിനെ പരിഹരിക്കപ്പെടാത്ത ഇടങ്ങളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മതദൈവ സങ്കല്പങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കണം അലഞ്ഞു കടന്നിരുന്ന മരപ്പണിക്കാരൻ വിശപ്പിനോട് ഇത്രയും ശ്രദ്ധ പുലർത്തിയത്. അവർക്ക് വിശക്കുന്നെന്നും അവർ വിശന്ന് വഴിയരികിൽ വീഴുമെന്നും വന്ന് പ്രാതൽ കഴിക്കുമെന്നൊക്കെ ഉള്ള സൂചനകളിലൂടെ ആ മനുഷ്യൻ്റെ വിശപ്പിനോട് ഇത്രയും ഭാവാത്മകമായിട്ട് പ്രതികരിക്കാനായിട്ട് ആവശ്യപ്പെട്ട മറ്റൊരു നാമം ഭൂമിയിലുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരെന്ന നിലയിൽ ഈ സ്ത്രീ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത് ഭൂമിയുടെ വിശപ്പിനോടായിരുന്നു. മനുഷ്യർക്ക് വിശക്കുന്നുണ്ടോ എന്നതുപോലും സംശയിക്കപ്പെടുന്നൊരു കാലത്തിൽ ഈ സ്ത്രീയുടെ ഓർമ്മ സജീവമായി നിലനിർത്തപ്പെടുക എന്നുള്ളത് മാനവരാശിയുടെ ആവശ്യമാണ്. കൊച്ചുകുഞ്ഞുപദേശം എന്ന നമുക്ക് പ്രിയപ്പെട്ട ആ ഒരു നാമമുണ്ടല്ലോ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിനിക്ക് നൽകിയാൽ ഇങ്ങനെ കയ്യിലിതെടുത്ത് പാട്ടുപാടെന്നൊക്കെ പറഞ്ഞ ആ ഗീതങ്ങൾ രചിച്ച മനുഷ്യൻ, അയാളുടെ വീടിന് പുറത്തായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, ഈ വഴിയിലൂടെ ഒരാളും വിശന്ന് പോകരുത്. അത്രയുമെങ്കിലൊക്കെ ശ്രദ്ധ ആവശ്യമില്ലേ? ഈ നാടിന് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. വിളിച്ചു ചോദിക്കും, അത്താഴപ്പണ്ടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അർത്ഥം ഭൂമിയുടെ മുഴുവൻ വിശപ്പുകളെയും ശമിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതല്ല. മറിച്ച് നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന അത്രയും ഇടങ്ങളിലെങ്കിലും, ആ ചെറിയ ഇടത്തിലെങ്കിലും ഒരാൾ അത്താഴപ്പട്ടിണിക്കാരനായി കടന്നു പോകരുന്നുള്ള ഒരു ശ്രദ്ധ. അത്തരം ശ്രദ്ധകളെ ഉണർത്താത്ത, അത്തരം ആഭിമുഖ്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാത്ത മതമാവട്ടെ, സംസ്കാര വിചാരങ്ങളാവട്ടെ ഒക്കെ പൊള്ളയാണ്. അപ്പോൾ വിശപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഈ സ്ത്രീ നമ്മോട് ആവശ്യപ്പെടുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ഒത്തിരി പരിക്കേൽക്കുന്ന വേറൊരു ഘട്ടം അനാഥബാല്യവും, പിന്നെ വല്ലാതെ നമ്മൾ അവഗണിക്കുന്ന വാർദ്ധക്യവും. ഇതിലൊക്കെ ആയിരുന്നു ഈ സ്ത്രീയുടെ ശ്രദ്ധ. മനുഷ്യനിലോട്ടായിരുന്നു ഈ സ്ത്രീ ഉറ്റുനോക്കിയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ദേശം, ഭാഷ തുടങ്ങിയ അതിരുകളിൽ പെട്ടുപോയ സ്ത്രീ ആയിരുന്നില്ല അവർ. ചിലപ്പോഴെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചില കൊച്ചു വർത്താനങ്ങൾ കേൾക്കുന്നുണ്ട്. അൽബേനിയയിലൊരു സ്ത്രീ എന്തിനാണ് കൽക്കട്ടയിലേക്ക് വന്നത്? ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഹൃദയങ്ങൾ ഇനിയും പാകപ്പെടാത്ത, പക്വതയാകാത്തതിൻ്റെ അടയാളം അത്. വലിയ മനുഷ്യർക്ക് ഇങ്ങനെ അതിരുകളില്ല. ഓർമ്മിക്കണം, 12,000 വർഷം മുമ്പ് ഒരു കട്ടമരത്തിലിരുന്ന് ഭൂമിയുടെ അതിരുകളിലേക്ക് തൻ്റെ സാർത്ഥവാഹക സംഘത്തെ അയക്കുമ്പോൾ ആ മരപ്പണിക്കാരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ലോകത്തിൻ്റെ അതിരുകളിലേക്ക് പോവുക. ലോകത്തിൻ്റെ അതിരുകളെക്കാൾ കുറഞ്ഞ അതിരുകളൊന്നും അവരുടെ ചങ്കിലില്ല. വംശം, ജാതി, ഭാഷ, ദേശം തുടങ്ങിയ അതിരുകൾ നമ്മളെ കണക്ക് ചെറിയ മനുഷ്യർക്ക്. പണ്ടിങ്ങനെ കുട്ടി ഒരപ്പനോട് ചോദിക്കുന്ന കണക്കാണ്, അപ്പം ആരാണ് ഈ ഭൂപടത്തിൽ ഇങ്ങനെ കുത്തി വരച്ചത്? മക്കളെ, നിശ്ചയമായിട്ടും ദൈവമല്ല. ഭൂപടത്തിലുള്ള ഇത്തരം കുത്തിവരകളെക്കുറിച്ച് ഇത്തരം മനുഷ്യർക്ക് ധാരണ പോലുമില്ല. സ്വാഭാവികമായിട്ട്
ഈ സ്ത്രീ ഈ ദേശത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് മാറി. അൽബേനിയ എന്നൊരു ദേശം അവരുടെ മനസ്സിലുണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അവരെത്തിത്തീർന്ന ദേശവും അത്തരം ഭംഗിയുള്ളൊരിടമാണ് കൽക്കത്ത. കൽക്കത്ത എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ടാഗോറിൻ്റെയൊക്കെ സ്വാധീനമുള്ള വല്ലാത്തൊരിടമാണ്. ഒരു കവി മനസ്സിന് ഇത്രയും ജനഹൃദയങ്ങളിൽ ഇടമുണ്ടെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കൽക്കത്തയിലൂടെ ഒരു ചെറിയ യാത്ര നടത്തണം. ടാഗോറൊക്കെ ഭൂമിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സങ്കല്പമുണ്ടല്ലോ, വിശ്വം ഒരു കിളിക്കൂട് കണക്കാണ്, ഏകനീടം. ഒരു കിളിക്കൂടിൻ്റെ അടുപ്പത്തിൽ ലോകത്തെ വെളിപ്പെട്ട് കിട്ടുന്നവർക്ക് ഇത്തരം അതിരുകളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ബാധ്യതയില്ല. അല്ലെങ്കിൽ ഗീതാഞ്ജലി എങ്ങനെയാണ് ഭൂമിയുടെ ഭാഗമായി മാറിയത്? ഓർമ്മിക്കണം, ഇന്ത്യക്ക് ദേശീയഗാനം എഴുതിയ ടാഗോർ തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം എഴുതിയത്. അതിൻ്റെ അർത്ഥം ഉള്ളിൻ്റെ ഉള്ളിൽ കുടിസിടങ്ങളില്ലാത്ത ആ വിശാലമായ മാനവികതയ്ക്ക് വേണ്ടി നിന്നിരുന്ന മനുഷ്യരിൽപ്പെട്ട ആ ശ്രേണിയിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഈ കൂനിപ്പിടിച്ച വൃദ്ധയും. അവരുടെ കാൽപാദങ്ങളുടെയൊക്കെ ചിത്രം ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നവമാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കുറുകനെയും വിലങ്ങനെയും വന്നിട്ടുള്ള കോച്ചിപ്പിടിച്ചു പോയ കാൽവിരലുകൾ. വേണമെങ്കിൽ ആ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കാവുന്ന. അതിന് കൊടുക്കുന്ന വിശദീകരണം ഇങ്ങനെയായിരുന്നു, ജന്മനാൽ അങ്ങനെ ആയിരുന്നില്ല, അത് പ്രത്യേകിച്ച് രോഗം കൊണ്ടും ആയിരുന്നില്ല. പിന്നെയോ ഇങ്ങനെ തനിക്ക് പാകപ്പെടാത്ത അളവുകളിലുള്ള ചെരുപ്പ് ധരിച്ചും വില കുറഞ്ഞ ചെരുപ്പുകൾ ധരിച്ചും ഒക്കെ ഇങ്ങനെ കാലക്രമേണ 40-45 വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഒരു വൈകല്യമായിരുന്നു അത്. അവരുടെ ആ കാൽപാദങ്ങൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ ശരാശരി ജീവിതത്തെ വല്ലാതെ ചലഞ്ച് ചെയ്യും. നമ്മൾ വിശപ്പിന് എന്തുമാത്രം അഭിമുഖീകരിക്കുന്നുണ്ട്, വാർദ്ധക്യത്തെ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്, അനാഥ ജന്മങ്ങൾക്ക് എന്തുമാത്രം ഇടം കൊടുക്കുന്നുണ്ട്. കരുണ എന്ന് പറയുന്നൊരു മൂല്യം താരതമ്യേന ഒരു ആധുനികമായ മൂല്യം എന്നൊക്കെ ഗണിക്കപ്പെടുക. വളരെ പുരാതനമായ സങ്കല്പങ്ങളിലൊന്നും അത് അത്രയും ശക്തമായിരുന്നില്ല. മനുഷ്യൻ അവൻ്റെ സർവൈവലായിരുന്നു പ്രധാനം. അതുകൊണ്ട് തന്നെ അവനവൻ്റെ ഈ കരുണ നിലനിർത്താനായിട്ട്, ഈർപ്പത്തെ നിലനിർത്താനായിട്ട്, ഭൂമിയുടെ നനവിന് ഉറപ്പുവരുത്താനായിട്ട് ഇത്തരം കരുണയുടെ മാതൃകകൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. തൻ്റെ പുസ്തകത്തിൽ 12 Steps to Compassion പുസ്തകത്തിൽ കാരൻ ആംസ്ട്രോങ് നിരീക്ഷിക്കുന്നത് പോലെ വളരെ കുറച്ച് മാത്രമാണ് അമ്മ സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസോസ്റ്റം തിരുമേനോടൊപ്പം ഇരിക്കാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചു. അമ്മയുടെ ചില ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു. തൻ്റെ ചില ഉപവിപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക ദിവസങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അമ്മയൊരു പ്രഭാഷണത്തിന് വിളിച്ചു. അപ്പം കാറ്റഗോറിക്കലായിട്ട് ഡിനൈ ചെയ്തു. അപ്പോൾ പറഞ്ഞു, ഞാൻ പ്രഭാഷണത്തിന് വരില്ല. അപ്പോഴാണ് തനിക്ക് പറ്റിയൊരു പാളിച്ച അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, അമ്മ നിങ്ങൾ പ്രസംഗിക്കേണ്ട, നിങ്ങൾ വന്ന് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ കണ്ട് ആശ്രയിച്ചാൽ മാത്രം മതി. അതിനമ്മ വളരെ സ്നേഹത്തോട് സമ്മതിക്കുകയും തിരുമേനിയോടൊപ്പം ചിലവഴിക്കുകയും ചെയ്ത സമയത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ പങ്കുവയ്ക്കാനുള്ള കാരണം കാട്ടി. അപ്പോൾ വളരെ കുറച്ച് സംസാരിച്ചിരുന്ന ഒരാൾ. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കാലത്ത് നമ്മൾ ഒത്തിരി സംസാരിക്കുന്നുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? ബുദ്ധയുടെയൊക്കെ ഒരു വിചിന്തനങ്ങൾ ഈ നാടിൻ്റെ ഭാഗമായിട്ട് ജീവിച്ച ആ സ്ത്രീയുടെ ഉള്ളിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഒരു പ്രഭാഷണത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ മുമ്പേ നിങ്ങൾ ഇത്ര പേരെ ഊട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. കൃത്യമായിട്ട് ആ ഫിഗേഴ്സ് പലയിടങ്ങളിൽ പലതായിട്ടാണ് വായിച്ച് കേൾക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പറയുന്നതിനേക്കാൾ മുമ്പ് ഊട്ടുക എന്ന് പറഞ്ഞ ധർമ്മമുണ്ട്. അത്രയേ ആ സ്ത്രീ ചെയ്തിട്ടുള്ളൂ. പരമാവധി അവരുടെ പ്രഭാഷണങ്ങൾ എന്നൊക്കെ പറയുന്ന 5-നും 7-നും ഇടയ്ക്കുള്ള പ്രഭാഷണങ്ങളായിരുന്നു. ഒരു ഇത്തിരി നീണ്ടുവെന്ന് പറയുന്നത് നോബൽ നേടിയതിന് ശേഷം നടത്തിയ അത് ആ ചടങ്ങിൻ്റെ കൂടി ഭാഗമാണ്. കുറച്ച് ദീർഘമായൊരു മറുപടി പ്രസംഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ ചെറിയ ചെറിയ വാക്കുകൾക്ക് എന്തൊരു ഊർജ്ജമാണ്. അത് വല്ലാതെ അവർ ജീവിതത്തിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് നമുക്ക് കിട്ടുന്ന വരികളാണ്. മദറിൻ്റെ കോട്ട്സൊക്കെ ചെറിയ മക്കൾ പോലും നവമാധ്യമങ്ങളിലൂടെ കൈമാറുന്നതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം വരുന്നുണ്ട്, സ്നേഹം വരുന്നുണ്ട്. അത്തരം എന്നെ സ്വാധീനിച്ചിട്ടുള്ള 2 മൊഴികൾ കൂടി ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നിങ്ങനെ താൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ മദർ കൊടുക്കുന്നതിന് മറുപടി. മദറിനോട് പ്രത്യേക ഘട്ടത്തിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കണം, അമ്മ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വിൽ യു ബി ഏബിൾ ടു ഡിഫൈൻ, ആർട്ടിക്കുലേഷൻ, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് കൃത്യമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡിഫൈൻ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഡെഫിനറ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ അമ്മ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, ഐ ഹെൽപ്പിംഗ് പീപ്പിൾ ടു സ്മൈൽ ബിഫോർ ദ ഡൈ. ഞാനിങ്ങനെ മനുഷ്യരെ മരിക്കുന്നതിന് മുമ്പ് പുഞ്ചിരിക്കാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുക. ഇത് കേട്ട പത്രപ്രവർത്തകൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്നൊക്കെ ഒരു അനുബന്ധ കഥയുണ്ട്. കാരണം അയാളോട് അമ്മ ഇങ്ങനെ കൂട്ടിച്ചേർത്തു അത്രേ, സർ ഹെൽപ്പ് അതേഴ്സ് ടു സ്മൈൽ ബിഫോർ ദ ഡൈ. അപ്പോൾ അയാൾക്ക് കരച്ചിൽ വരാനുള്ള കാരണം ഇതായിരുന്നു. അയാളുടെ ജീവിതത്തിലേക്ക് വന്ന ഏക വ്യക്തി, അത് അയാളുടെ സ്ത്രീയാണ്, ഭാര്യയാണ്.
അവളുടെ പുഞ്ചിരിയെപ്പോലും വീണ്ടെടുക്കാനായിട്ട് ആൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഹെൽപ്പ് അതേഴ്സ് ടു സ്മൈൽ ബിഫോർ ദ ഡൈ. നമ്മുടെ ഒക്കത്തേക്ക് തമ്പുരാൻ തന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പുരുഷൻ, സ്ത്രീ, നമ്മുടെ ചങ്ങാതിമാർ, വയോധികരായ മാതാപിതാക്കന്മാർ, കാര്യമായ ആശ്രയമില്ലാതെ അലയുന്നവർ, ഇവരെയൊക്കെ പുഞ്ചിരിയെ വീണ്ടെടുക്കാനായിട്ട് നമ്മൾ അത്രമാത്രം സഹായിച്ചിട്ടുണ്ട്. ഇതിന് വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു മദർ തെരേസ ഒരു പ്രത്യേക കാലത്തിൽ ലോകഭാവനെ വല്ലാതെ ഉദ്ദീപിച്ചൊരു സ്ത്രീയാണ്. ബക്കറ്റ് ലിസ്റ്റൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മരിക്കുമെന്നുറപ്പുള്ള 2 രോഗികൾക്കിടയിൽ ഒരാളിങ്ങനെ പൂർത്തിയാക്കാത്ത ആഗ്രഹങ്ങളുമായിട്ട് മടങ്ങിപ്പോവുകയാണ്. അതിനെക്കുറിച്ച് ധാരണയുള്ള അയാളുടെ ധനികനായ ചങ്ങാതി അയാൾ പോലും അറിയാതെ ഈ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാണ്ട് ഇയാളെ സഹായിക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അത് തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഒരു ബർഗർ കഴിക്കണം. ഒരു ബർഗർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു നാടൻ ഭാഷയിൽ ഒരു പൊറോട്ടയും ബീഫും കഴിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ വളരെ സില്ലിയായ കുറച്ച് ആഗ്രഹങ്ങളാണ്. എന്നിട്ടോ ഇതൊന്നും പൂർത്തിയാക്കാതെ തൻ്റെ ഈ ചങ്ങാതി, തനിക്ക് അവസാന കാലത്ത് കിട്ടിയ ഈ ചങ്ങാതി മടങ്ങിപ്പോന്ന് ഓർക്കുമ്പോൾ ഈ ധനികനായ ചങ്ങാതിക്ക് നെഞ്ചുവേനുണ്ടാവുകയാണ്. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ പൂർത്തിയാക്കുക. അങ്ങനെ ആദ്യം ഈ ചങ്ങാതി കടന്നു പോകുന്നു. പിന്നെ ഒരു അപരിചിതനെ സഹായിക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൽ സ്വപ്നമെന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഡയറി കുറിപ്പ് വെട്ടിയിട്ട് മറ്റേയാളും കളം കാലിയാക്കിയ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി. കുറച്ചുകൂടി ശ്രദ്ധ, കുറച്ചുകൂടി ഈർപ്പം, ഒരു പുഞ്ചിരി, ഒരു ഹസ്തദാനം കൊണ്ടൊക്കെ ലോകത്തെ ഭംഗിയാക്കാമെന്ന് ഈ സ്ത്രീ വിശ്വസിച്ചു. പുഞ്ചിരിയായിരുന്നു ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ ആഭരണം. പുഞ്ചിരിക്കാത്ത മുഖമുള്ള അധികം ചിത്രങ്ങളും നിങ്ങൾ കാണുന്നില്ല. നോബൽ സ്വീകരിച്ചുകൊണ്ട് അമ്മ അവസാനിപ്പിക്കുന്ന പ്രഭാഷണം പോലെ തന്നെയാണ്: പുഞ്ചിരി ആരംഭിക്കട്ടെ, വീട്ടിൽ നിന്ന് പുഞ്ചിരി ആരംഭിക്കട്ടെ. എങ്ങനെയാണ് ഒരു ലോകത്തിൻ്റെ ആരോഗ്യത്തെ നിങ്ങൾ നിശ്ചയിക്കുക, ഒരു ദേശത്തിൻ്റെ ആരോഗ്യത്തെ നിങ്ങൾ നിശ്ചയിക്കുക, ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യത്തെ നിങ്ങൾ നിശ്ചയിക്കുക? അതിനൊരു കൃത്യമായ ഒരൊറ്റ ഏകവേ ഉള്ളൂ. അതിനകത്ത് പാർക്കുന്നവരുടെ പുഞ്ചിരി നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടോ, അവർ പുഞ്ചിരിക്കുന്നുണ്ടെന്നുള്ളതാണ് മാനദണ്ഡം. ഭൂട്ടാനെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണ്. മറ്റ് പലയിടങ്ങളിലും ഒരു ദേശത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അതിനകത്തു നിന്നുണ്ടാകുന്ന റിസോഴ്സസ് എന്ന് പറയുന്ന ഘടകങ്ങളിൽ ആധാരമാക്കിയാകുമ്പോൾ, ഭൂട്ടാനിലെ ആരോഗ്യം അവർ നിർണ്ണയിക്കുന്നത് അവരുടെ പുഞ്ചിരി എന്ന് പറഞ്ഞ ഏകം കൊണ്ടാണ്. കാര്യമായിട്ട് ഒരു ഭൗതിക സാഹചര്യങ്ങളും ഇല്ലാത്ത, ഏറ്റവും ചെറിയ ഭൂമി കുലുക്കങ്ങളിൽ പോലും ഇങ്ങനെ തകർന്നു പോകുന്ന കൂരകളുള്ള, ആവശ്യത്തിലേറെ ദാരിദ്ര്യമുള്ള, സദാകാലം മഞ്ഞുള്ളൊരു ദേശത്ത് മനുഷ്യൻ എങ്ങനെയാണ് പുഞ്ചിരിക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഈ പുഞ്ചിരിയുടെ കാരണമെന്ന്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പുഞ്ചിരിയിലേക്ക് സഹായിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദേശത്തിൻ്റെ പുഞ്ചിരി, കുടുംബത്തിൻ്റെ പുഞ്ചിരിയൊക്കെ ഇങ്ങനെ സങ്കല്പമാക്കി എടുത്ത മനുഷ്യരുണ്ടാവട്ടെ. പിന്നെ മറ്റൊരു വാക്കുകൂടി വല്ലാതെ പതിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഇങ്ങനെ കുറേ കൂടി വിശ്വസ്തരാകുക എന്നുള്ള. യു ആർ കോൾഡ് ടു ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് നോട്ട് ബി സക്സസ്ഫുൾ. നിങ്ങളിങ്ങനെ വിജയികളാകാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്ന, മറിച്ച് വിശ്വസ്തരാകാൻ വേണ്ടിയാണ്. അതും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ എത്ര ശരിയായൊരു കാര്യമാണ്. നമ്മുടെ ചുറ്റിനുള്ള ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നല്ലൊരു ഉദാഹരണമാണ്. ഈ നാട്ടിൽ പരിസ്ഥിതിയോട് സൗഹൃദം പുലർത്തി നടന്നിട്ടുള്ള ഒരു സമരവും ഒരു പ്രതിരോധവും വിജയം കണ്ടെത്തിയിട്ടില്ല. ഒരുപക്ഷെ ആ പ്ലാച്ചിമടയിൽ സംഭവിച്ചൊരു കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ, എന്നിട്ടും ഇത്തരം തോറ്റ സമരങ്ങളിൽ കടന്നുപോയ ഇതേ മനുഷ്യർ തന്നെയാണ് നാളെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ തങ്ങളുടെ മെല്ലിച്ച കരങ്ങളുമായിട്ട് വീണ്ടും മുമ്പോട്ട് വരിക. വി ആർ കോൾഡ് ടു ബി നോട്ട് ടു ബി സക്സസ്ഫുൾ ബട്ട് ടു ബി ഫെയ്ത്ത്ഫുൾ. വിജയികളാകാനല്ല, വിശ്വസ്തരാകാനാണ് നമ്മുടെ വിളി. വാക്കിൻ്റെ ഈ പ്രണാമം നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട നീലാംബരി എന്ന പേരിൽ മാധവിക്കുട്ടിൻ്റെ ഒരു കഥയുണ്ട്. നീലാംബരി താരാട്ടിൻ്റെ ഈണോ. ഭൂമി ഓരോ നിമിഷവും അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞിനെ കണക്ക് വ്യാകുലയാകുമ്പോൾ, അലയുമ്പോൾ, അഭയമില്ലാത്തവളായി മാറുമ്പോൾ ഈ ഭൂമിക്ക് മീതെ കുറേ കൂടി താരാട്ടിൻ്റെ ഈണങ്ങളുണ്ടാവട്ടെ, നീലാംബരികളുണ്ടാവട്ടെ. കൽക്കട്ടയിൽ പോകാനുള്ള അവസരമുണ്ടായി. മദറിൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ടാക്സി ഡ്രൈവർ തിരികെ ചോദിച്ചു, കാളിഘട്ട്, ബേലൂർ മഠ്, ജെ.സി. ബോസ് റോഡ് ഒക്കെ അമ്മ സങ്കല്പങ്ങളാണ്. കാളിഘട്ട് നമുക്കറിയാവുന്നതുപോലെ, ബേലൂർ മഠ് ശ്രീ ശാരദാദേവിയുടെ ഇടവാണ്. ഒരു കിളിന്ത് പെൺകുട്ടിയായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഈ സ്ത്രീയായിരുന്നു രാമകൃഷ്ണ പരമഹംസയുടെ അമ്മ സങ്കല്പങ്ങളെ ഒത്തിരി മുമ്പോട്ട് കൊണ്ടുപോയത്. പ്രപഞ്ചമാതാവെന്നൊക്കെ ഒരു സങ്കല്പങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഈ സ്ത്രീയിൽ അധിഷ്ഠിതമായിട്ടാണ്. പിന്നെ സ്വാഭാവികമായിട്ട് തെരേസ. നല്ല മഴക്കാറ് മൂടിയ ഒരു ദിവസമായിരുന്നു അത്. വെറുതെ ഗിരീഷ് പുത്തഞ്ചേരി ഓർമ്മിച്ചു.
അമ്മ മഴക്കാരന് കണ്ണു നിറയുന്നു. ഭൂമിയുടെ മീതെ സകലമാന അമ്മമാരുടെയും ആശീർവാദമുണ്ടാവട്ടെ. ഭൂമിക്ക് കുറേ കൂടി അമ്മമാരുണ്ടാവട്ടെ. വലിയൊരു കൗതുകരമായ കാര്യം ഇതാണ്, ഒരു കുഞ്ഞിനും ജന്മം നൽകാത്ത ചില നാമങ്ങളെയൊക്കെ നമ്മൾ അമ്മമാരായിട്ട് പ്രതിഷ്ഠിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ വരാവുന്ന ലളിതമായ പ്രശ്നം ഇത്രയേ ഉള്ളൂ. കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് കൊണ്ടാണോ? മാനവരാശിയെ ഹൃദയത്തിൽ വഹിക്കാൻ തയ്യാറാവുന്നത് കൊണ്ടാണോ? എവിടെ വെച്ചാണ് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പോലും അമ്മയായി രൂപപ്പെടാൻ പോകുന്നത്? ആമേൻ.